الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ജനങ്ങൾക്ക് മാതൃകയായി അള്ളാഹു പരിചയപ്പെടുത്തുകയുണ്ടായി. യാതൊരു സംശയത്തിനും വകയില്ലാത്ത നിലക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അപ്രകാരം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വീകരിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച കൽപ്പനകളും ആ ഖുർആനിന്റെ വിശദീകരണം എന്ന നിലക്ക് നാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ സുന്നത്ത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രമാണങ്ങളായി നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും നാം നെഞ്ചകത്തേറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഉപദേശം നൽകിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുന്ന വേളയിൽ അവിടെ ആ പോകുന്ന തന്റെ അനുചരന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുടെ കൂട്ടത്തിലെ പ്രഗൽഭന്മാരായ സ്വഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തത് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 5 ഉപദേശങ്ങളുണ്ട്. ജീവിതത്തിൽ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ട 5 ഉപദേശങ്ങളെ നമുക്കും പാഠമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിഷയത്തിലൂടെ, അവരെ ഉപദേശിച്ച ഉപദേശങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. കാരണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറഞ്ഞുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. എന്തിനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞതോ അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ തുടച്ചു മാറ്റുക എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രവാചകൻ അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഹദീസുകളും അദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു ഘട്ടത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശത്തെ നാം നെഞ്ചകത്തേറ്റണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഞാനും നിങ്ങളും അത് സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ദർ ഗഫാരിയോട് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഉപദേശങ്ങൾ എന്താണെന്ന് അറിയുമോ? അബൂ ഹുറൈറയുടെ തോളത്ത് കൈവച്ച പ്രവാചകൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, പരലോകത്ത് വിജയിക്കാൻ തക്കതായ രീതിയിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് ആരും കൂട്ടിയില്ലാതെ ആരും സഹായിക്കാനില്ലാത്ത ഒരു വേളയിൽ അബൂ ഹുറൈറ, നിനക്ക് വിജയിക്കാൻ തക്കതായ നിലക്കുള്ള 5 ഉപദേശങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടിട്ട് ആ ഉപദേശം കേൾക്കാനുള്ള ആ താല്പര്യത്തോടുകൂടി പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രവാചകന്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവൻ എത്രത്തോളമായിരുന്നു? ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ എത്ര ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമോ, എത്ര ശ്രദ്ധിച്ചുകൊണ്ട് തല അനക്കാതെ ഞങ്ങൾ ഇരിക്കുമോ, അത്ര ശ്രദ്ധയോടുകൂടി ഞങ്ങൾ പ്രവാചകന്റെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുന്നു, സഹാബത്ത് പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സഹാബികളെ പിൻപറ്റേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്താണെന്നറിയുമോ? ഇത്തഖി മഹാരിമ, നീ ഹറാമുകളെ സൂക്ഷിക്കണം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്കിൽ എനിക്ക് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി മാറാം. ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി മാറണമെങ്കിൽ നമ്മൾ ആരാവണം? ഹറാമുകളെ സൂക്ഷിക്കുന്നവരാകണം. പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും ഹറാമുകൾ നമുക്ക് കടന്നു വരാറുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ ഒരു കാര്യം പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ഹറാമായ സമ്പത്ത് നിങ്ങൾ തിന്നരുത് കേട്ടോ, നിങ്ങൾ ഭക്ഷിക്കരുത് കേട്ടോ, അന്യന്റെ നിങ്ങൾ പിടിച്ചു പറിക്കരുത് കേട്ടോ എന്നിങ്ങനെയുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാം. ഹറാം തിന്നവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. ഹറാമായ വസ്ത്രമെടുത്തവന്റെ പ്രാർത്ഥന അന്ന് സ്വീകരിക്കുകയില്ല. ഹറാമായ സിഗരറ്റ് വലിച്ചവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. ഹറാമായ മദ്യപിച്ച ഹറാമായ
വെള്ളം കുടിച്ചവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. മക്കൾക്ക് ഹറാമ് കൊടുത്താലും ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഇനിയും വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. പലിശ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഖുർആൻ കൃത്യമായ താക്കീത് നൽകുന്നുണ്ട്. ആരെങ്കിലും പലിശ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ശാപത്തിന്റെ വാക്കെന്നോണം ഖുർആനിന്റെ ആ പ്രയോഗം വളരെ ഗൗരവമാണ്. ആരെങ്കിലും പലിശ തിന്നുന്നുവെങ്കിൽ ആ പലിശ തിന്നുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവർ നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഏത് രൂപത്തിലായിരിക്കുമെന്നറിയോ? പിശാചിന് ഭ്രാന്ത് പിടിച്ചിട്ട് ആ പിശാച് മറിഞ്ഞും ഉരുണ്ടും വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഉരുണ്ടും മറിഞ്ഞും എഴുന്നേൽക്കുന്നവനെ പോലെയല്ലാതെ പലിശ തിന്നവൻ എഴുന്നേൽക്കുകയില്ല എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ തന്റെ വയറിനെ വീട് പോലെ വീർത്തിരിക്കുന്ന വലിയ വയറുമായി റബ്ബിന്റെ കോടതിയിൽ വരുമെന്ന്, ഖബറിൽ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന്. പ്രിയമുള്ളവരെ, രക്തത്താൽ ഉണ്ടാക്കപ്പെട്ട നദിയിൽ അവർ നീന്തിക്കൊണ്ടിരിക്കുമെന്നൊക്കെ ഹറാമായ പലിശ ഇടപാടുകൾ നടത്തിയവർക്കുള്ള ശിക്ഷയായി ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള ഹറാമുകൾ നമ്മുടെ വീടുകളിലെ ഹറാമുകൾ കാണുന്നവരല്ലേ നമ്മൾ, ഹറാമുകൾ കേൾക്കുന്നവരല്ലേ നമ്മൾ, ഹറാമിലേക്ക് മക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നവരല്ലേ നമ്മൾ, മക്കൾക്ക് ഹറാമായ വസ്ത്രമായി കൊടുക്കുന്നവരല്ലേ നമ്മൾ. നമ്മുടെ മക്കളുടെ വസ്ത്രവും നമ്മളുടെ മക്കളുടെ നോട്ടവും നമ്മളുടെ മക്കളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നാം എടുത്ത്